നേഷൻ ഫസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് കൂടി പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഒരു ദിവസം ദേശീയ തലത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള വാർത്തകൾ ഈ രാവിലെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നിടത്തോളം ദേശീയ വാർത്തകളൊക്കെയായി നേഷൻ ഫസ്റ്റ് ആരംഭിക്കുകയാണ്. ഞാൻ എസ് ശ്രീകാന്ത്. നമുക്കറിയാം, ഒട്ടനേകം വാർത്തകൾ കഴിഞ്ഞ ദിവസവും വളരെ വൈകിയും സംഭവിച്ചിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. FCRI-യുമായി ബന്ധപ്പെട്ട പ്രശ്നം അതിലുണ്ട്. ഈ കോക്രോച്ച് ജനതാ പാർട്ടി രണ്ടാം ജന്തർ മന്തർ സമരത്തിന് ആഹ്വാനം ചെയ്യുന്നു എന്ന രീതിയിൽ വീണ്ടും വാർത്തകൾ വന്നിരുന്നു. അതോടൊപ്പം തന്നെ ജാർഖണ്ഡിലെ സമരം, വിദ്യാർത്ഥി സമരം, അത് ശക്തമായി മുന്നോട്ട് പോകുന്നു. എന്നാൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയെയോ രാഹുൽ ഗാന്ധിയെയോ അവിടെ കാണാനില്ല. മറ്റൊന്ന്, പഞ്ചാബിൽ പേപ്പർ ലീക്ക് സംഭവിച്ചു എന്ന കാര്യം ഹൈക്കോടതി കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നു. അവിടെയും ഈ രാഹുൽ ഗാന്ധിയെയും കാണാനില്ല, ആം ആദ്മി പാർട്ടിയെ കാണാനില്ല, കെജ്രിവാളിനെ കാണാനില്ല, കോക്രോച്ച് ജനതാ പാർട്ടിയെയും കാണാനില്ല. അപ്പോൾ അത്തരം നിരവധി വിഷയങ്ങൾ ഓർത്തിണക്കിക്കൊണ്ട് നമ്മൾ നേഷൻ ഫസ്റ്റ് തുടങ്ങുകയാണ്. ആദ്യത്തേത് പാർലമെന്റുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. പാർലമെന്റിന്റെ മൺസൂൺ സെഷൻ ഇന്ന് അവസാനിക്കും. ഒട്ടനേകം ബില്ലുകൾ, പ്രധാനപ്പെട്ട ബില്ലുകൾ ഈ സെഷനിൽ വരും എന്ന് പ്രതീക്ഷിച്ചതാണ്. അതിൽ FCRI ബില്ല് വരും എന്ന് പ്രതീക്ഷിച്ചു, വന്നില്ല. അത് JPCക്ക് വിട്ടു. മറ്റൊന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് ഡീലിമിറ്റേഷനും അതോടൊപ്പം വനിതാ സംവരണ ബില്ലും വരും എന്നാണ്. അതിനെക്കുറിച്ച് ചർച്ചയേയില്ല. എന്തു തന്നെയായാലും ഇന്ന് പാർലമെന്റിന്റെ മൺസൂൺ സെഷൻ അവസാനിക്കുന്നതിന് മുൻപ് എല്ലാ തരത്തിലും ചർച്ചയാകാമെന്നും പ്രതിപക്ഷം ഇന്നെങ്കിലും സഭ തടസ്സപ്പെടുത്തരുതെന്നും ഭരണപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. അമിത്ഷാ ഇന്ന് ഈ പാർലമെന്റിലെത്തി എല്ലാ ചർച്ചകൾക്കും തയ്യാറാണ് എന്നറിയിച്ചു. പക്ഷേ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് അറിയിച്ച ആ നിമിഷം രാഹുൽ അതിൽ നിന്നും ഒളിച്ചോടുകയാണ്. ഒരു തരത്തിലുള്ള ചർച്ചകൾക്കും തയ്യാറല്ല. അമിത്ഷാ വന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് പൊയ്ക്കോ, ഇതാണ് അയാളുടെ അഭിപ്രായം. ഈ ഒരു നിലപാടാണ് രാഹുൽ കൈക്കൊണ്ടിട്ടുള്ളത്. അപ്പോൾ ഓരോ ദിവസവും ഈ പ്രതിപക്ഷം ഇങ്ങനെ സഭ തടസ്സപ്പെടുത്തുന്നത് കൊണ്ട് നമുക്ക് എത്രത്തോളം നഷ്ടമുണ്ടായി എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനം തുടർച്ചയായ പ്രതിപക്ഷ പ്രതിഷേധങ്ങളും ബഹളങ്ങളും മൂലം പലപ്പോഴും തടസ്സപ്പെട്ടെങ്കിലും ലോക്സഭയിലും രാജ്യസഭയിലുമായി 20 ബില്ലുകൾ പാസാക്കി എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അതായത് പ്രതിപക്ഷം പരമാവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഈ രാജ്യത്ത് നിയമനിർമ്മാണം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴും 20 ബില്ലുകൾ പാസ്സാക്കാൻ സർക്കാരിന് സാധിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ ഇവയിൽ പലതും ചർച്ചകളില്ലാതെയും ബഹളത്തിനിടയിലും പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്കിനുമിടയിലാണ് പാസ്സാക്കിയത്. അതിലിപ്പോൾ സർക്കാരിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. ബഹളം വെച്ചത് പ്രതിപക്ഷമാണ്, ചർച്ച ചെയ്യാൻ കൂട്ടാക്കാത്തത് പ്രതിപക്ഷമാണ്, ഇറങ്ങിപ്പോയതും പ്രതിപക്ഷമാണ്. ബലം പ്രയോഗിച്ച് അവിടെ ഇരുത്തി ഈ ചർച്ചയിൽ പങ്കെടുത്തേ തീരൂ എന്ന് പറയാനും സാധിക്കില്ല. ഈ ജോൺ ബ്രിട്ടാസിനെയും ശിവദാസനെയും പോലെയുള്ള MP-മാരൊക്കെ ചെയ്ത പണി എന്താണെന്ന് പ്രിയപ്പെട്ട മലയാളികൾ അറിയണം. ഇവർ ഏതെങ്കിലും ഒരു ബില്ല് വന്നാൽ അതിൽ ഭേദഗതി നിർദ്ദേശിക്കും. അങ്ങനെ ഭേദഗതി നിർദ്ദേശിച്ചാൽ അതിന് ചർച്ചയ്ക്കായി ഇവരുടെ പേരും വിളിക്കും. അത് സ്വാഭാവികമായും ഇവർ ചർച്ചയ്ക്ക് പങ്കെടുക്കുകയും വേണം. പക്ഷേ അടുത്ത നിമിഷം ഈ ബ്രിട്ടാസും ശിവദാസനുമൊക്കെ സഭയിൽ നിന്നങ്ങ് ഇറങ്ങിപ്പോകും. ഒന്ന് ആലോചിക്കൂ, ഇത്രയധികം പണം മുടക്കി സഭ നടക്കുമ്പോൾ അവർ ഭേദഗതിക്കിടുന്നു. അതിനുശേഷം ഭരണഘടനാ മൂല്യങ്ങളെ പോലും മാനിക്കാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയുമാണ് ചെയ്യുന്നത്. ഈ സഭാ സമ്മേളനത്തിൽ ഏറ്റവും അധികം കോമാളിയായ രാഷ്ട്രീയക്കാരൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് ജോൺ ബ്രിട്ടാസ് ആണ്. തമിഴ്നാട്ടിലെ ഒരു MP-യുടെ വായിൽ നിന്നും സ്വന്തം മാതാവിന് വരെ വിളി കേട്ട വ്യക്തിയാണ് ജോൺ ബ്രിട്ടാസ്. ആവശ്യമില്ലാതെ ആ വ്യക്തിയുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ പോയി നോക്കിയതാണ്. അയാൾ നല്ല ഒന്നാന്തരം ഭാഷയിൽ സ്വന്തം മാതാവിനിട്ടാണ് വിളിച്ചത്. അങ്ങനെ പല ആളുകളിൽ നിന്നും നിർമ്മലാ സീതാരാമൻ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ ജോൺ ബ്രിട്ടാസിനെ വലിച്ചു കീറി ഒട്ടിക്കുന്ന, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെയാണ്, അതുപോലും നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ CPM-നെ, കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം സഭ തടസ്സപ്പെടുത്തുക എന്നുള്ളത് അവരുടെ ഒരു കുടിൽ വ്യവസായമാണ്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലും അവർക്കതൊരു പ്രശ്നവുമല്ല എന്നതാണ് വസ്തുത. ബ്രിട്ടാസ് ഏറ്റവും വലിയ കോമാളിയായി രാജ്യസഭയിൽ മാറിയ ഒരു സമ്മേളനം ഏത് എന്ന് ചോദിച്ചാൽ അതിതാണ്.
അപ്പോൾ ആ വാർത്തയുടെ ബാക്കി പറയുന്നത് ഇങ്ങനെയാണ്. ലഭ്യമായ കണക്കുകൾ പ്രകാരം ഈ സമ്മേളനത്തിൽ ഇതുവരെ 7023 മിനിറ്റ് സഭാസമയം പാഴായി എന്നാണ് പറയുന്നത്. ലോക്സഭയുടെ 1 മിനിറ്റിന് പ്രവർത്തന ചെലവെന്ന് പറയുന്നത് ഏകദേശം 2.5 ലക്ഷം രൂപയാണ്. അതിലാണ് 7023 മിനിറ്റ് ഇവന്മാരെല്ലാം കൂടി നഷ്ടപ്പെടുത്തി കളഞ്ഞത്. 2.5 ലക്ഷം രൂപയാണ് 1 മിനിറ്റിന്റെ ചിലവ്. ഇതുവരെ ഏകദേശം 175 കോടി രൂപയോളം അങ്ങനെയെങ്കിൽ നഷ്ടമായി എന്നാണ് കണക്ക് വരുന്നത്. എന്നാൽ പാർലമെന്റിന്റെ ഒരു സമ്മേളനം തന്നെ ബഹളത്തിൽ മുങ്ങി കാര്യമായ നിയമനിർമ്മാണങ്ങളില്ലാതെ പോകുന്നു എന്ന് പറയുന്നതും മുൻപും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തവണത്തേത് വളരെ മോശപ്പെട്ട സാഹചര്യമാണ്. ഈ രാജ്യത്ത് പൊതുപണമാണ് ഇവന്മാരിങ്ങനെ ദൂർത്തടിച്ചത്. ശബരിമലയിൽ ഭഗവാന്റെ സ്വർണ്ണപ്പാളി പോലും കട്ടുമൂട്ടിച്ച് തിന്ന പാർട്ടിക്ക് CPIM-ന് ഇതിലൊന്നും യാതൊരു പ്രശ്നവും വരില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ രാജ്യത്ത് ദശലക്ഷം കോടിയുടെ 2G സ്പെക്ട്രം തട്ടിപ്പ് നടത്തി തിന്ന രാഹുൽ രാജകുമാരന്റെ നെഹ്റു കുടുംബത്തിലെ അണികൾക്കും ഇതൊരു നഷ്ടമായി തോന്നില്ല. പക്ഷേ ഈ രാജ്യത്തെ പാവപ്പെട്ടവന്റെ ടാക്സ് മണിയാണ് നീയൊക്കെ കൂടി തിന്നു കുടിച്ച് പേക്കൂത്ത് നടത്തി പാർലമെന്റിൽ അഴിഞ്ഞാടി ഇല്ലാതാക്കുന്നത് എന്നതുകൂടി ഓർക്കണം. ഒരു വലിയ ജനസമൂഹം ഇത് കാണുന്നുണ്ട് എന്ന് ഇവരൊക്കെ ഓർത്താൽ നന്ന്. പ്രിയ പ്രേക്ഷകരെ, അപ്പോൾ മറ്റ് വാർത്തകളിലേക്ക് കൂടി നമുക്ക് വളരെ വേഗം പോകേണ്ടതുണ്ട്. കുറേ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കുറെ പേർ കമന്റ് ഇടുന്നുണ്ട്. കുറുക്കന്മാർ ഓരിയിടുന്നിടത്തേക്ക് സിംഹങ്ങൾ വരില്ല എന്നൊക്കെയാണ് പറയുന്നത്. സത്യം അറിയാൻ ജനം TV മാത്രം കാണണമെന്ന് ശ്രീവത്സൻ പറയുന്നു. അപ്പോൾ ജനം TV-യിൽ എല്ലാ ദിവസവും നേഷൻ ഫസ്റ്റും നേഷൻ പ്ലസും നമ്മൾ ദേശീയ തലത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രിയ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് തുറന്ന് കാണിക്കുന്നതിനാണ്. അപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. ഫുക്കറ്റ് ഡൽഹി വിമാനത്തിലെ ക്യാപ്റ്റന്റെ പെരുമാറ്റത്തെ ചൊല്ലി ഗുരുതര ആരോപണങ്ങൾ എന്നതാണ് പുറത്തു വരുന്ന വാർത്തകൾ. ലഹരി ഉപയോഗിച്ചതിനാൽ പൈലറ്റ് കോക്പിറ്റിൽ നിലത്തിരുന്നു എന്നും വിമാനം ലാൻഡ് ചെയ്തിട്ടും നേരെ നിൽക്കാൻ കഴിഞ്ഞില്ലെന്നുമാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. പൈലറ്റ് ക്യാബിൻ ക്രൂ അംഗങ്ങളെ ഫുക്കറ്റിലെ പാർട്ടിക്കായി കൊണ്ടുപോയിരുന്നു എന്നും വിവരമുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഇയാൾ എത്ര നികൃഷ്ട ജീവിയാണ് എന്നുള്ളത്. 100-200-ലധികം ആളുകൾ, സാധാരണക്കാരായ മനുഷ്യർ വിമാനയാത്ര ചെയ്യുമ്പോൾ ഇവൻ തലേ ദിവസം പോയി അടിച്ച് പൂക്കുറ്റിയായി കഞ്ചാവും വലിച്ച് അതിനുശേഷമാണ് ഈ വിമാനം പറത്താൻ വരുന്നത്. ആ വിമാനം പറത്തുന്നതിനിടയിൽ വലിയ അപകടം ഉണ്ടാവുകയും 17 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ എയർ ഇന്ത്യ പോലെയുള്ള കമ്പനികൾ, വിമാന കമ്പനികൾ ഒരു കാലത്ത് നമ്മുടെ അഭിമാനമായിരുന്നു. അത് ടാറ്റ വീണ്ടും ഏറ്റെടുത്തപ്പോൾ നമ്മൾ കരുതിയത് ഇവരുടെ ഭാഗത്തു നിന്നും തിരുത്തൽ നടപടികൾ ഉണ്ടാകുമെന്നും ഇതെന്തോ വലിയ സംഭവമായി മാറും എന്നുള്ളതുമാണ്. ടാറ്റ, എയർ ഇന്ത്യ സാമാന്യ മനുഷ്യന്റെ ജീവൻ വെച്ച് പന്താടുകയാണ് ഈ ചെയ്യുന്നത്. ഈ അഹമ്മദാബാദിൽ നടന്ന അപകടം അതിനുശേഷമെങ്കിലും ടാറ്റ തിരുത്തും, എയർ ഇന്ത്യ തിരുത്തും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇത്ര വൃത്തികെട്ട ഒരു വിമാന കമ്പനി ഒരു പക്ഷേ മറ്റൊന്നില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അഹമ്മദാബാദിൽ അത്രയധികം ആളുകൾ മരിച്ചിട്ടും അവർ ഒരു പൈലറ്റ് അവൻ അടിച്ചു പൂക്കുറ്റിയായി കഞ്ചാവും വലിച്ച് ഇത്രയും ആളുകളുടെ ജീവൻ പന്താടി. അതുമാത്രമോ, ഫുക്കറ്റിൽ അവൻ രാത്രി പാർട്ടിക്ക് കുറെ ക്യാബിൻ ക്രൂ അംഗങ്ങളെയും കൊണ്ടുപോയിരുന്നു എന്നാണ് പറയുന്നത്. ഈ ആളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആര് മറുപടി പറയുമായിരുന്നു? എന്നിട്ട് പറഞ്ഞ 300 അടി താഴ്ചയിലേക്കും മറ്റും ഈ വിമാനം പതിച്ചതിന് പറയുന്ന കാര്യം ഇത് റിയർ ടർബുലൻസ് ആയിരുന്നു എന്ന് അത്രേ. ഈ എയർ ഇന്ത്യക്ക് ഒരു പേരും പെരുമയും ഉണ്ടായിരുന്നു, നശിപ്പിക്കരുത്. ഒന്നാമതേ നിങ്ങൾ വൈകി ആ സർവീസ് നടത്തുന്നതിന്റെ പേരിൽ ഓൾറെഡി ഇതിനോടകം തന്നെ ആക്ഷേപം നേരിടുന്ന കമ്പനിയാണ്. നിങ്ങളുടെ സർവീസുകൾ എന്ന് പറയുന്നത് കന്നുകാലി തൊഴുത്തിനേക്കാൾ കഷ്ടമായ രീതിയിലാണ് നിങ്ങളുടെ സർവീസുകൾ എന്നും ആക്ഷേപങ്ങൾ പലതരത്തിൽ ഉയരുന്നുണ്ട്. അതിനിടയിലാണ് ആളുകളുടെ ജീവൻ കൂടി വെച്ച് പന്താടുന്ന ഈ ഒരു സാഹചര്യം ഉണ്ടായത്. കർശന നടപടിയെടുത്ത് മാതൃകയാകാൻ എയർ ഇന്ത്യ തയ്യാറാകണം. മാത്രമല്ല, കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ ബാധ്യതയുണ്ട് ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ. സിവിൽ ഏവിയേഷൻ മന്ത്രാലയം ഈ വിഷയത്തിൽ ഇനി വിട്ടുവീഴ്ചകളില്ലാത്ത നടപടി സ്വീകരിക്കണം. ഓരോ മനുഷ്യജീവനും വിലപ്പെട്ടതാണ്. വാർത്തയിലേക്ക്
രണ്ടാം ലഹരി പരിശോധനയിലും പോസിറ്റീവായ എയർ ഇന്ത്യ വിമാനത്തിന്റെ ക്യാപ്റ്റനെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ലഹരി ഉപയോഗിച്ചതിനാൽ നടക്കാൻ പോലും പറ്റാത്ത നിലയിലായിരുന്നു പൈലറ്റിന്റെ പെരുമാറ്റം. ഒരു ക്യാബിൻ ക്രൂ അംഗത്തിന് പൈലറ്റുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. ലഹരി ഉപയോഗിച്ചതിനാൽ പൈലറ്റിന് സ്ഥലകാലബോധം നഷ്ടപ്പെട്ടിരുന്നു. വിമാനം ഡൽഹിയിലെത്തിയപ്പോൾ പൈലറ്റിന്റെ ഒരു കാലിൽ ഷൂവും സോക്സും ഉണ്ടായിരുന്നില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. ക്യാബിൻ ക്രൂ അംഗം ക്യാപ്റ്റന്റെ പെരുമാറ്റത്തിനെതിരെ വിമാന കമ്പനിക്ക് പരാതി നൽകി. ഒഡീഷയ്ക്ക് മുകളിലെത്തിയപ്പോൾ 300 അടി താഴ്ചയിലേക്ക് പതിച്ച വിമാനം സ്ഥിരതയിലെത്തിച്ചത് സഹ പൈലറ്റാണ്. പൈലറ്റിന്റെ രണ്ടാം ലഹരി പരിശോധനയിലും പോസിറ്റീവായതോടെ കടുത്ത നടപടികളിലേക്ക് കടന്ന വ്യോമയാന മന്ത്രാലയം പൈലറ്റുമാർക്ക് ലഹരി പരിശോധന കർശനമാക്കണമെന്നും വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. പൈലറ്റ് കഞ്ചാവ് ഉപയോഗിച്ചതായി പരിശോധനയിൽ തെളിഞ്ഞതിനെ തുടർന്നാണ് നടപടി. എയർ ഇന്ത്യ സിഇഒയെ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം വിളിച്ചു വരുത്തിയിരുന്നു. ഫ്രഞ്ച് വിമാന അപകട അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥരും മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അന്വേഷണത്തിന്റെ ഭാഗമാകും. ഓഗസ്റ്റ് 4-ന് ഫുക്കറ്റിൽ നിന്ന് 137 യാത്രക്കാരും 8 ജീവനക്കാരുമായി ഡൽഹിയിലേക്ക് പറന്ന വിമാനം ആകാശത്ത് വെച്ച് 300 അടിയോളം താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. വിമാനം പിന്നീട് സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. ജനം, ഡൽഹി. മോഹൻദാസ് എന്ന പ്രേക്ഷകൻ പറയുന്നു, പുത്തൻപുല്ലരിയുടെ അവതാരകർക്കും ജനൻ ടിവിക്കും ശുഭദിനം നേരുന്നു. കൂടെ ഇടവേളകളിലേക്ക് പോകുമ്പോൾ പ്രേക്ഷകരെ തിരിഞ്ഞൊന്ന് നോക്കണേ, ഞങ്ങൾ ഇവിടെയുണ്ട്. പുത്തൻപുല്ലരിയുടെ അവതാരകരൊക്കെ തിരിച്ച് വരുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ ഫീസ്റ്റ് തന്നെ തയ്യാറാക്കിയാണ് എത്തുകയും ചെയ്യുന്നത്. നിങ്ങളെ ഓർത്ത് തന്നെയാണ് ഓരോ പരിപാടികളും മുന്നോട്ട് കൊണ്ടുപോകാറുള്ളത്. രാജൻ ചങ്ങാട്ട പറയുന്നു, ക്യാൻറ്റീൻ ഫുഡ്സ് ആർ വെരി ചീപ്പ് ആൻഡ് ഗുഡ്. ദേ ആർ എൻജോയിങ് ഇറ്റ്. ഫോർ ദാറ്റ് ഓൺലി ഒപ്പോസിഷൻ MPs ആർ ഗോയിങ് ടു ദ പാർലമെന്റ് എന്നാണ് പറയുന്നത്. അതായത് പാർലമെന്റ് ക്യാൻറ്റീനിലെ ഭക്ഷണത്തിന് വില കുറവാണ്, അത് തിന്നാൻ വേണ്ടി മാത്രമാണ് യുവമാർ അങ്ങോട്ട് പോകുന്നത് എന്നാണ്. രാജൻ ചാങ്ങാട്ട് അങ്ങനെ ചിന്തിച്ചാലും കുറ്റം പറയാനാകില്ല. കാരണം അവിടെ മൃഷ്ടാന്നം വെട്ടിവിഴുങ്ങി അവിടെ ഇരുന്ന് ഈ ഹാജരും ഒപ്പുവെച്ച് അതിനുശേഷം ബഹളമുണ്ടാക്കി ഇറങ്ങിപ്പോകുന്നവരാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ CPIM-ന്റെ ബ്രിട്ടാസും ശിവദാസനും ഉൾപ്പെടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെ ആളുകൾ ബഹളം വയ്ക്കുന്നതിന് പ്രത്യേകിച്ച് കാരണമുണ്ട്. കാരണം അവർക്കാകെ വിരലിലെണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ. അവരെല്ലാവരും രാവിലെ ഒരു ഓട്ടോറിക്ഷയിൽ കൊള്ളാവുന്ന ആളുകൾ പാർലമെന്റിലേക്ക് പോകും, ബഹളം വയ്ക്കും, അതിനുശേഷം പുറത്തേക്ക് പോകുക. സംസാരിക്കാനോ മിണ്ടാനോ പറയാനോ ഒന്നും തൊട്ടടുത്ത് പോലും ആരുമില്ലാത്ത അവസ്ഥയാണ്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബോറടിയായിരിക്കും. ബഹളം വയ്ക്കും, പുറത്തു പോകും. ഇതാണ് അവരുടെ സ്ഥിരം പരിപാടി. അപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക് പ്രിയ പ്രേക്ഷകരെ പോവുകയാണ്. ബ്രഹ്മോസ് മിസൈലുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറിലടക്കം നമ്മുടെ അഭിമാനം കാത്തു സൂക്ഷിച്ച, നമ്മുടെ സുരക്ഷ ഉറപ്പാക്കിയ മിസൈലാണ് ബ്രഹ്മോസ്. അതിനുവേണ്ടി ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബ്രഹ്മോസ് മിസൈലിനായുള്ള ആവശ്യക്കാരും കൂടി വരികയാണ്. അപ്പോൾ ആ വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. ഭാരതവും റഷ്യയും സംയുക്തമായി വികസിപ്പിക്കുന്ന അടുത്ത തലമുറ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് 2-ന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് എന്നതാണ് വാർത്ത. ശബ്ദത്തെക്കാൾ 8 മടങ്ങ് വേഗതയിൽ, അതായത് മാക് 8 സഞ്ചരിക്കാൻ ബ്രഹ്മോസ് 2-ന് കഴിയും എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഈ ഉയർന്ന വേഗത കാരണം ശത്രുക്കൾക്ക് മിസൈലിനെ കണ്ടെത്താനോ തടയാനോ വളരെ കുറഞ്ഞ സമയം മാത്രമേ ലഭിക്കൂ. അതായത് ഇപ്പോൾ ഉള്ള ഈ മിസൈൽ പോലും തടയാൻ പാകിസ്ഥാനോ അതോടൊപ്പം എതിരാളികൾക്കോ കഴിയാത്ത അവസ്ഥയാണ് ഉള്ളത്. അത് തന്നെ തടയാൻ അവർക്ക് സാധിക്കുന്നില്ല. കണ്ണ് ചിമ്മി തുറക്കുമ്പോഴേക്കും പൊടിപടലങ്ങൾ മാത്രമാണ് മുന്നിൽ ഉണ്ടായിരുന്നത് എന്ന് ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതിലും വേഗതയേറിയ മിസൈലാണ് ഭാരതം പാകിസ്ഥാന് വേണ്ടി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് മിസൈലിന്റെ അതിജീവന ശേഷിയെയും പ്രഹരശേഷിയെയും വർദ്ധിപ്പിക്കുന്നു എന്നതാണ്. അന്തരീക്ഷത്തിലെ ഓക്സിജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ക്രാംജെറ്റ് എഞ്ചിനാണ് ബ്രഹ്മോസ് 2-ൽ ഉപയോഗിക്കുക. ഇത് മിസൈലിന് ഹൈപ്പർസോണിക് വേഗതയിൽ കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ സഹായിക്കും. പുതിയ ബ്രഹ്മോസ് 2 മിസൈലിന് 600 കിലോമീറ്റർ മുതൽ 1500 കിലോമീറ്റർ വരെ ദൂരപരിധി ഉണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ ബ്രഹ്മോസ് മിസൈലുകൾ ധാരാളം ലോകരാജ്യങ്ങൾ വാങ്ങാറുണ്ട്. ഇതിനോടകം തന്നെ ആളുകളുടെ ക്യൂ ആണ് ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങാൻ വേണ്ടി. അപ്പോൾ ഇനി പാകിസ്ഥാനും നമ്മളെല്ലാവർക്കും ഈ ബ്രഹ്മോസ് മിസൈലുകൾ വിൽക്കാറുണ്ട്. നമ്മുടെ അയൽ രാജ്യങ്ങൾക്ക് വിൽക്കുമോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ നമ്മൾ നമ്മുടെ ചില അയൽ രാജ്യങ്ങൾക്കൊക്കെ, സുഹൃത്ത് രാജ്യങ്ങൾക്കൊക്കെ വിൽക്കുമായിരിക്കും. അവരിൽ നിന്നും പണം വാങ്ങുകയും ചെയ്യും. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം തീർത്തും സൗജന്യമാണ് ഭാരതത്തിൻ്റെ നിലവിലുള്ള മിസൈലുകളും ഇനി വരാൻ പോകുന്ന മിസൈലുകളും. അവരെപ്പോഴാണോ ആവശ്യപ്പെടുന്നത് ആ സമയത്ത് തന്നെ അന്തരീക്ഷത്തിലൂടെ അത് പാകിസ്ഥാനിലേക്ക് എത്തുകയും ചെയ്യും. പ്രിയ പ്രേക്ഷകരെ, അപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിരിക്കുന്നു.
മലപ്പുറത്ത് NIA വന്നത് മാധ്യമങ്ങൾ മുക്കി എന്ന തരത്തിൽ ശ്രീവത്സൻ എന്ന നമ്മുടെ ഒരു പ്രേക്ഷകൻ ഒരു വാർത്ത പറയുന്നുണ്ട്. അറിയില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലപ്പുറം ബ്യൂറോ അലേർട്ടായിരിക്കും. അത് കൃത്യമായി ജനം TV-യിൽ എന്തായാലും നിങ്ങൾക്ക് കാണാനും സാധിക്കും. അങ്ങനെ മറ്റ് മലയാള മാധ്യമങ്ങൾ ബോധപൂർവം മുക്കുന്ന എല്ലാ വാർത്തകളും ജനം TV-യിൽ നിങ്ങൾക്ക് കാണാം. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ജനം TV തന്നെ തുറന്നു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും മുക്കിയാൽ വാർത്ത ഇല്ലാതാകില്ല. ജനം TV ഉണ്ട് എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. അപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക് കൂടി പ്രിയ പ്രേക്ഷകരെ പോവുകയാണ്. ബംഗാളിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. പശ്ചിമ ബംഗാളിൽ നിർബന്ധിത മതപരിവർത്തനം തടയാൻ നിയമനിർമ്മാണം നടത്തും എന്നാണ് വാർത്ത. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടിരുന്നു. അതായത് മതപരിവർത്തനം നടത്താൻ എത്തിയ ക്രൈസ്തവ മത പുരോഹിതരെ കയ്യോടെ പിടികൂടി അവിടുത്തെ ജനങ്ങൾ അവർ പോലീസിനെ ഏൽപ്പിക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ അടക്കം വ്യാപകമായി വന്നിരുന്നു. മറ്റ് പല പ്രാദേശിക മാധ്യമങ്ങളിലും ബംഗാളിലെ വന്നിരുന്നു. കഴിഞ്ഞ ദിവസം CBCIയുടെ ഒരു വക്താവ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചോദിച്ചത്, FCRA നിങ്ങൾ ബില്ല് കൊണ്ടുവരുന്നത് മതപരിവർത്തനം നിരോധിക്കാനാണ് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ മതപരിവർത്തനം നടത്തുന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. എല്ലാ ബഹുമാനത്തോടെയും പറയട്ടെ, പ്രിയപ്പെട്ട പുരോഹിത, ബംഗാളിൽ നിന്നും അങ്ങനെ ഒരു വാർത്തയുണ്ട്. നിങ്ങൾ വ്യാപകമായി മതം മാറ്റുന്ന വിഷയം അത് സഹിക്കാൻ വയ്യാഞ്ഞ് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും പയറും പാൽപ്പൊടിയും പഞ്ചസാരയുമായി പാവപ്പെട്ട ഹിന്ദു വീടുകളിലേക്ക് ചെന്ന ആളുകളെ ഇന്നും അസ്തിത്വം പണയം വയ്ക്കാത്ത, സ്വത്വം പണയം വയ്ക്കാത്ത ഹിന്ദു വിഭാഗം ചേർന്ന് പിടികൂടി ബംഗാളിൽ പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തെളിവായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഈ കിടിപിടി പരിപാടി എന്ന് നിർത്തുന്നു അന്ന് മാത്രമേ നിങ്ങളും നന്നാകൂ, നിങ്ങളോടുള്ള സമീപനവും മാറൂ. FCRA വഴി പണം കൊണ്ടുവന്ന് നിങ്ങൾ ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലുമൊക്കെ നടത്തുന്ന ഈ പരിപാടി, ഈ മതപരിവർത്തന പരിപാടി നിങ്ങൾ നിർത്തുന്നേ. നിങ്ങളിലൂടെ മാത്രമേ, നിങ്ങളുടെ മതത്തിൽ വിശ്വസിച്ചാൽ മാത്രമേ ഈ പാവപ്പെട്ട ആളുകൾക്കൊരു നേരത്തെ അന്നം കൊടുക്കൂ എന്ന് പറയുന്നിടത്ത് നിങ്ങളുടെ മതത്തിൻ്റെ മാന്യതയും നിങ്ങളുടെ മതത്തിൻ്റെ മൂല്യവും ഇല്ലാതാകുകയാണ്. ഒരു ദൈവവും ഇത്തരത്തിൽ കമ്മീഷൻ കൊടുത്തും ഒരു ദൈവവും ഇത്തരത്തിൽ പ്രലോഭനത്തിലൂടെയും തന്നെ വിശ്വസിക്കാൻ ആവശ്യപ്പെടാറുമില്ല. നിങ്ങൾക്കാണ് ഈ മതപരിവർത്തനത്തിലൂടെയും FCRA വഴി വരുന്ന പണത്തിൻ്റെയും ആവശ്യമെന്ന് ഈ രാജ്യത്തുള്ള മുഴുവൻ ക്രൈസ്തവ സഹോദരങ്ങൾക്കും അറിയാം. ഈ പുരോഹിത വൃന്ദം അത് മനസ്സിലാക്കിയാൽ നന്ന്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. പഞ്ചാബിൽ നിന്നാണ് ആ വാർത്ത. പഞ്ചാബ് സർക്കാരിന്റെ പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം ദേശസുരക്ഷയ്ക്ക് ഭീഷണിയെന്ന് ശിരോമണി അകാലിദൾ. സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം സ്ഥലം മാറ്റത്തെ സ്വാധീനിക്കുന്ന ഘടകം പണമാണെന്ന് ശിരോമണി അകാലിദൾ ആരോപിക്കുന്നു. അതിർത്തി സംസ്ഥാനമായതിനാൽ തന്നെ ഈ തെറ്റായ പ്രവണത ദേശസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. പാറ്റ സമരത്തിനിടെ ജന്തർ മന്ദറിൽ വൻ ആക്രമണത്തിന് ഭീകരർ പദ്ധതിയിട്ട വിവരം പുറത്തു നൽകിയ മാധ്യമങ്ങളോട് പറഞ്ഞ അമൃത്സർ പോലീസ് കമ്മീഷണറെ നേരത്തെ സ്ഥലം മാറ്റിയിരുന്നു. പിടിയിലായ ISI ബന്ധമുള്ള ഭീകരരിൽ നിന്ന് ലഭിച്ച വിവരം ഈ കമ്മീഷണർ മാധ്യമങ്ങളോട് പറയുകയായിരുന്നു. പിന്നാലെയാണ് ഈ അരവിന്ദ് കെജ്രിവാൾ നേതൃത്വം നൽകുന്ന ആം ആദ്മി പാർട്ടിയുടെ സർക്കാർ ഇദ്ദേഹത്തെ സ്ഥലം മാറ്റിയത്. ഈ കോക്രോച്ച് ജനതാ പാർട്ടിയും ആം ആദ്മി പാർട്ടിയും ഒക്കെ കൂടി ചേർന്ന് ഈ രാജ്യത്തെ പാകിസ്ഥാനും ISIക്കുമൊക്കെ അടിയറ വയ്ക്കും എന്നാണ് തോന്നുന്നത്. ഈ രാജ്യത്ത് ഇവർ കലാപമഴിച്ചുവിട്ടും ഈ രാജ്യത്തെ യുവജനങ്ങളെ ഒന്നാകെ അവരുടെ ജീവിതം നശിപ്പിച്ചും ഈ രാജ്യത്തിൻ്റെ ഭാവി ഇവർ ഇല്ലാതാക്കും എന്നാണ് ഇതിലൂടെ മനസ്സിലാകുന്നത്. ഒന്ന് ആലോചിക്കൂ, ഒരു സംസ്ഥാനത്ത് ISI പിന്തുണയുള്ള ഭീകരർ പിടിയിലാകുന്നു. അത് മാധ്യമങ്ങളോട് പറഞ്ഞ കമ്മീഷണറെ തൊട്ടടുത്ത നിമിഷം സ്ഥലം മാറ്റുന്നു. സിനിമയിൽ മാത്രമേ നമ്മളിത് കണ്ടിട്ടുണ്ടാകൂ. ഈ കൊടും ചതി ഈ രാജ്യത്തോട് ചെയ്തയാളുടെ പേര് അരവിന്ദ് കെജ്രിവാളും ഭഗവന്ത് മാൻ എന്ന മുഖ്യമന്ത്രിയുമാണ്. ഈ കൊടും ചതി ആർക്ക് വേണ്ടിയാണ് അവർ ചെയ്തത് എന്ന് ചോദിച്ചാൽ അത് കോക്രോച്ച് ജനതാ പാർട്ടിക്കും അഭിജിത്ത് ദീപ്കയ്ക്കും വേണ്ടിയാണ്. ഇനി പൊതുജനം തീരുമാനിക്കട്ടെ ഇവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത്. അപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക് പ്രിയ പ്രേക്ഷകരെ പോകുന്നു. അയോധ്യയിൽ നിന്നുള്ള വാർത്തയാണ്. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ആദ്യ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആകാനുള്ള തെരഞ്ഞെടുപ്പ് അന്തിമ ഘട്ടത്തിലെത്തി. ഓഗസ്റ്റ് 11, 12 തീയതികളിൽ അയോധ്യയിലെ രാമജന്മഭൂമി സമുച്ചയത്തിൽ അന്തിമ അഭിമുഖങ്ങൾ പൂർത്തിയായി.
CEO സ്ഥാനത്തേക്ക് 5585 അപേക്ഷകളാണ് ലഭിച്ചത്. ഇതിൽ 3877 പേർ വിശദമായ CV സമർപ്പിച്ചു. മാനേജ്മെന്റ് കഴിവ്, വലിയ പരിപാടികളും ജനക്കൂട്ടങ്ങളും കൈകാര്യം ചെയ്ത പരിചയം, വ്യക്തിഗത കഴിവുകൾ, അതോടൊപ്പം ഭാഷാ പരിജ്ഞാനം, കാഴ്ചപ്പാട്, തന്ത്രപരമായ ചിന്ത എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. ഇന്നലെ ഞാൻ കേരളത്തിലെ ഒരു മുത്തശ്ശി പത്രത്തിൻ്റെ ഓൺലൈൻ്റെ ഒരു വാർത്ത കണ്ടു. അതിൽ എഴുതിയിരിക്കുന്നത് പൂണൂൽ ധരിക്കുമോ, നോൺ വെജിറ്റേറിയൻ കഴിക്കുമോ, പൂജകളും മന്ത്രങ്ങളും ഒക്കെ അറിയുമോ എന്ന് ഈ ഉദ്യോഗാർത്ഥികളോട്, ഈ CEO സ്ഥാനത്തേക്ക് വന്നയാളോട് ഈ ക്ഷേത്രത്തിലെ ട്രസ്റ്റിലെ ആളുകൾ ചോദിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതെന്തോ വലിയ അപരാധം പോലെയാണ് ഈ വാർത്ത കൊടുത്തിട്ടുള്ളത്. ഈ പണി നടക്കുന്നത് ഇറച്ചിക്കടയിലേക്കല്ല, ഇറച്ചിക്കടയുടെ CEOയെ തിരഞ്ഞെടുക്കാനല്ല ഈ പരിപാടി നടക്കുന്നത് എന്ന് ഈ പത്രം തിരിച്ചറിയണം. ഇവിടെ നടക്കുന്നത് ഒരു ക്ഷേത്രത്തെ നയിക്കാൻ പ്രാപ്തി ഉണ്ടാകേണ്ട, അതോടൊപ്പം തന്നെ ആ ക്ഷേത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ ഇതിൽ വിശ്വസിക്കുന്ന ഒരാളെ തിരഞ്ഞെടുക്കാനാണ്. ഇറച്ചിക്കടയിൽ ഇറച്ചി വെട്ടാനുള്ള ആളെ അല്ല അവിടെ തിരഞ്ഞെടുക്കുന്നത്, ഓർക്കണം. അപ്പോൾ ആ വാർത്തയിലേക്ക് വീണ്ടും തിരിച്ചു വന്നാൽ, ഏറ്റവും ഒടുവിൽ 111 പേരെ ഓൺലൈൻ അഭിമുഖത്തിനായി തിരഞ്ഞെടുക്കുകയും അവരിൽ നിന്നും 16 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇവരുമായി നേരിട്ട് അഭിമുഖം നടക്കും. അതിൽ നിന്നും 3 പേരുടെ പട്ടിക ഈ ട്രസ്റ്റിന് അന്തിമ പട്ടിക എന്ന നിലയിൽ കൈമാറുകയും ചെയ്യും. വളരെ വേഗം CEO നിയമനം നടക്കും എന്നാണ് വ്യക്തമാകുന്നത്. അപ്പോൾ കാണിക്കപ്പണം, സംഭാവനയിൽ അല്ല തട്ടിപ്പ് നടന്നത്, കാണിക്കപ്പണം എണ്ണിക്കൊണ്ടിരുന്നതിൽ നിന്ന് കാണിക്കപ്പണം കുറെ ആളുകൾ മോഷ്ടിച്ചു എന്നതിൻ്റെ പേരിൽ അവിടെ സമൂലമായ ഉടച്ചുവാർക്കലാണ് നടക്കുന്നത്. ഇനി ശബരിമല ശ്രീ ധർമ്മശാസ്താവിൻ്റെ അയ്യപ്പൻ്റെ കട്ടിളപ്പാളിയും മേൽക്കൂരയും വരെ അടിച്ചുകൊണ്ട് പോയ ആളുകൾക്കെതിരെ എന്ത് നടപടിയെടുത്തു എന്ന് അന്നത്തെ സർക്കാരും വ്യക്തമാക്കണം, ഇന്നത്തെ സർക്കാരും വ്യക്തമാക്കണം. അവിടെ എന്ത് അഴിച്ചുപണിയാണ് നടത്തിയത് എന്നും വ്യക്തമാക്കേണ്ടതുണ്ട്. K. മുരളീധരനാണ് ദേവസ്വം മന്ത്രി എന്നാണ് നമുക്കെല്ലാവർക്കും അറിയാം. പഴയ K. കരുണാകരൻ്റെ മകനാണ്. ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നാൽ വലിയ വായിൽ കാര്യങ്ങൾ വിളിച്ചു പറയുന്ന ആളുമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരല്പം ആർജവം കാണിക്കണം എന്നാണ് K. മുരളീധരനോട് ചൂണ്ടിക്കാണിക്കാൻ ഉള്ളത്. മറ്റ് ഒരു വാർത്തയിലേക്ക് കൂടി പ്രിയ പ്രേക്ഷകരെ പോവുകയാണ്. കശ്മീരിൽ നിന്നുള്ള വാർത്തയാണ്. ജമ്മു കശ്മീരിൽ കശ്മീരി പണ്ഡിറ്റുകൾക്കെതിരെ നടന്ന വ്യാപകമായ അക്രമങ്ങളിൽ പുനരന്വേഷണം നടക്കുന്നു എന്നതാണ് വാർത്ത. 1990കളിൽ നടന്ന കശ്മീരി പണ്ഡിറ്റുകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കി അവരെ അവിടെ നിന്നും ആട്ടിപ്പായിച്ച മുസ്ലിം ജിഹാദി ഭീകരാക്രമണത്തിന് ആ വിഷയത്തിൽ അന്വേഷണം നടക്കുകയാണ്. പണ്ഡിറ്റുകൾക്കെതിരായ കൂട്ടക്കൊലയിലടക്കം തെളിവുകളുടെ അഭാവത്തിൽ പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നു. കോൺഗ്രസ് ഭരിച്ചപ്പോൾ ആണ് ഈ പ്രതികൾ മുഴുവൻ, കൊടും ഭീകരർ രക്ഷപ്പെട്ടത്. ഈ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഒരു കൊടും ഭീകരനെ തൻ്റെ കൊട്ടാരത്തിലേക്ക്, തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവനോട് സംസാരിക്കുന്ന, യാസിൻ മാലിക്കിനെ വിളിച്ചു വരുത്തി സംസാരിക്കുന്ന ദൃശ്യം ഹൃദയം പിടഞ്ഞാണ് ആ വാർത്ത. ഞാൻ മാധ്യമപ്രവർത്തനവും അതുമൊക്കെയായി നടക്കുന്ന കാലമാണ് ആ സമയത്ത് ഞാൻ കാണുകയുണ്ടായത്. അപ്പോൾ വല്ലാത്തൊരവസ്ഥയാണ്. അവിടെ നിന്നും ഇവരെ എല്ലാം പിടിച്ചകത്തിട്ട് ഇവന്മാർക്കെതിരെ ഇപ്പോൾ അന്വേഷണവും നടക്കുന്നു എന്നറിയുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം. അപ്പോൾ പലായനം ചെയ്ത പണ്ഡിറ്റുകളുടെ പുനരധിവാസത്തിനായി നടപടി സ്വീകരിച്ചതിന് പിന്നാലെയാണ് ജിഹാദികൾ നടത്തിയ ക്രൂരാക്രമണങ്ങളിൽ പുനരന്വേഷണം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അനന്ത്നാഗിൽ കശ്മീരി പണ്ഡിറ്റുകളായ അച്ഛനും മകനും കൊല്ലപ്പെട്ട കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി 9 ഇടങ്ങളിൽ തിരച്ചിലും നടത്തിയിരുന്നു. ഈ ഡൽഹിയിൽ കശ്മീരി പണ്ഡിറ്റുകൾ, കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടായിരുന്നവർ ഈ തുണി കൊണ്ട് മറച്ച ടെന്റിൽ കിടക്കുന്ന കാഴ്ച മുൻപ് ഡൽഹിയിൽ ഉണ്ടായിരുന്ന നമ്മുടെ റിപ്പോർട്ടർ ഗൗതം അനന്തനാരായണൻ റിപ്പോർട്ട് ചെയ്തത് ഞാൻ കണ്ടിരുന്നു. ഒന്ന് ആലോചിക്കൂ, ഒരു മതത്തിൽ ജനിച്ചു പോയതിൻ്റെ പേരിൽ കൂട്ടക്കൊല ചെയ്ത് ഉള്ളതെല്ലാം ഇട്ടെറിഞ്ഞ് കശ്മീരിൽ നിന്നും ഒരു വിഭാഗത്തിന്, ഹിന്ദുക്കൾക്ക് ഓടിപ്പോകേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ഈ രാജ്യത്താണ് ഇത് സംഭവിച്ചത്. അതിന് കാരണക്കാരായവർ കോൺഗ്രസ് ആണ് എന്ന് കൂടി ഓർക്കുമ്പോൾ ആ കോൺഗ്രസിനെ എങ്ങനെ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ചോദ്യം. പ്രിയ പ്രേക്ഷകരെ, അപ്പോൾ നമ്മുടെ വാർത്ത അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഒട്ടനേകം പ്രേക്ഷകർ അപ്പോൾ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് പ്രതികരണങ്ങൾ വരുന്നത് പ്രിയപ്പെട്ട ജനം TV ഏറ്റവും കൃത്യമായ
വാർത്തകൾ എത്തിക്കുന്നതിന് നന്ദി എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിലൊരു ശ്രീധരൻ നമ്പ്യാർ എന്ന് പറയുന്ന ഒരാളുടെ കമന്റ് കാണുന്നുണ്ട്. ഈ രാവിലെ ദിവസങ്ങളിലൊക്കെ സ്ഥിരമായി വരുന്നതാണ് ശ്രീധരൻ എന്ന് പറയുന്നത്. എനിക്കെന്തായാലും ഉറപ്പാണ് ശ്രീധരൻ്റെ കമന്റുകൾ കാണുമ്പോൾ ഏതാണെന്ന്. ശ്രീധരൻ എനിക്ക് തോന്നുന്നു രാവിലെ ഇറങ്ങി മദ്രസയിൽ പോകുമ്പോഴും തിരികെ വരുമ്പോഴും ഈ മൊബൈൽ എടുത്ത് ഉപയോഗിച്ച് കമന്റ് ഇടുന്നതാണ് എന്ന് തോന്നുന്നു. ശ്രീധരന് ജനം ടി വിയിലേക്ക് സ്വാഗതം. ശ്രീധരനല്ല, ശ്രീധരന്റെ ഒറിജിനൽ പേര് എന്തായാലും. അപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. ജാർഖണ്ഡിൽ വിദ്യാർത്ഥി പ്രതിഷേധം ശക്തമായി തുടരുന്നു എന്നതാണ് പുറത്തുവരുന്ന വാർത്ത. വിദ്യാർത്ഥി പ്രതിഷേധം അടിച്ചമർത്താൻ പോലീസ് നടപടികളുമായി ഇന്ത്യ സഖ്യം അവിടെ രംഗത്തിറങ്ങുന്നു. കഴിഞ്ഞ ദിവസം രാത്രി പോലീസ് സമരം ചെയ്ത വിദ്യാർത്ഥികളെ വളഞ്ഞു എന്നതും വാർത്തയായി വരുന്നുണ്ട്. ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഈ സ്ഥലത്തേക്ക് രാഹുൽ ഗാന്ധിയോ കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കളോ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. അതേസമയം ഒരു വലിയ വിവരം കൂടി ഇതോടൊപ്പം നൽകാനുണ്ട്. സമരത്തിന്റെ വീഡിയോകൾക്ക് സോഷ്യൽ മീഡിയയിൽ പ്രചാരണം കുറയ്ക്കുന്നതിൽ മെറ്റയുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ട് എന്നാണ് വരുന്ന ആക്ഷേപം. ജന്തർ മന്ദർ പ്രതിഷേധത്തിൽ ഇൻസ്റ്റാഗ്രാം പ്രചരണം ശക്തമായി ഉണ്ടായിരുന്നത് ജാർഖണ്ഡിൽ ബോധപൂർവം കുറയ്ക്കുന്നു, അൽഗരിതം സെറ്റ് ചെയ്ത് എന്നാണ് ആക്ഷേപം. നിങ്ങളൊന്ന് ആലോചിക്കൂ, ഒരു സായിപ്പ് ഇന്ത്യയിൽ സമരം എങ്ങനെ നടക്കണം എന്ന് അയാളങ്ങ് തീരുമാനിക്കുകയാണ്. ഈ നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഒരു പ്രശ്നം നടന്നാൽ, സമരം നടന്നാൽ അതിന് വ്യാപകമായി പ്രചാരണം നൽകാൻ, പെയ്ഡ് പ്രൊമോഷൻ നൽകാൻ അൽഗരിതം സെറ്റ് ചെയ്ത് നൽകുകയും ഈ കോൺഗ്രസിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും ഒക്കെ സമരത്തിനെതിരായി വിദ്യാർത്ഥികൾ സമരത്തിനിറങ്ങിയാൽ അത് സോഷ്യൽ മീഡിയയിൽ പോലും ആരും കാണരുത് എന്ന് തീരുമാനിക്കുകയും ചെയ്യുകയാണ് സായിപ്പ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വീഡിയോ വരെ നീക്കം ചെയ്യുകയാണ്. അപ്പോൾ ഇതിനൊക്കെ ശക്തമായ നടപടികൾ സ്വീകരിക്കാനാണ് ഈ രാജ്യത്തെ ദേശീയവാദികൾ 2014-ലും 2019-ലും 2024-ലും നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കി തെരഞ്ഞെടുത്തത്. അല്ലാതെ പാറ്റയും പഴുതാരയും പെരിച്ചാഴിയും വന്ന് സമരം ചെയ്യുമ്പോൾ അവർക്ക് മുന്നിൽ കീഴടങ്ങാനല്ല. കർശന നടപടി സ്വീകരിക്കും എന്നാണ് ഇപ്പോഴും ഈ രാജ്യത്തെ ദേശസ്നേഹികൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളെ ഇപ്പോഴും വിശ്വസിക്കുന്ന ആളുകളുടെ പ്രതീക്ഷ. പ്രിയ പ്രേക്ഷകരെ, അവസാനത്തെ ഒരു വാർത്ത കൂടി വായിക്കുകയാണ്. നേഷൻ ഫസ്റ്റിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷാ വലയത്തിലാണ് ഡൽഹി. അതിർത്തികൾ അടച്ച് കർശന പരിശോധന നടക്കുന്നുണ്ട്. ചെങ്കോട്ട ഭാഗത്തേക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി എന്നതാണ് വാർത്ത. യമുനാ നദിയിലും പെട്രോളിംഗ് തുടരുന്നുണ്ട്. ഇന്ന് പരേഡിന്റെ ഫുൾ ഡ്രസ് റിഹേഴ്സൽ പുലർച്ചെ മുതൽ രാവിലെ 10 വരെയാണ് ഈ ഡ്രസ് റിഹേഴ്സൽ നടക്കുക. അപ്പോൾ 10 മണി വരെ ഡ്രസ് റിഹേഴ്സലും നടക്കുന്നുണ്ട്. അതിന്റെ വാർത്ത തുടർന്നുള്ള മണിക്കൂറുകളിൽ പ്രിയ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളടക്കം പകർത്തി നമ്മൾ എത്തിക്കുന്നതുമായിരിക്കും. അപ്പോൾ നമുക്ക് വലിയ അഭിമാനം നൽകുന്ന ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ തയ്യാറെടുക്കുകയാണ് ഈ രാജ്യം. ഒന്ന് ആലോചിക്കണം, ആ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിന് പോലും കർശന സുരക്ഷ നമുക്ക് ഏർപ്പെടുത്തേണ്ടി വരുന്നു. കാരണം ഒരു വിഭാഗം ജിഹാദികൾ ഈ രാജ്യത്തെ നശിപ്പിക്കാം എന്ന ധാരണയിൽ എന്തും ചെയ്യാൻ തയ്യാറായി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇത്തരം സുരക്ഷാ നടപടികൾ കൂടിയേ തീരും. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അഡ്വാൻസ് സ്വാതന്ത്ര്യ ദിനാശംസകൾ.